തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലത്തിലെ 10 വികസനം. പൊതുവിദ്യാഭ്യാസ മേഖല, തിരുവനന്തപുരം ജില്ല IT-യിൽ പുതിയ 2 കോഴ്സുകളാണ് വന്നിട്ടുള്ളത്. ആ കോഴ്സുകൾ എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യക്കകത്തോ അങ്ങനത്തെ ഒരു കോഴ്സുകളില്ല. അല്ല, കോഴ്സ് എന്താണെന്ന് കോഴ്സ് എന്നാണ് കോഴ്സിന്റെ പേര്. ഈ കപ്പൽ ഉലയുകയില്ല സാർ, ആടുകയില്ല സാർ, ഈ കപ്പിത്താനുണ്ട് സാർ. ഇവിടെ വയറ്റിനകത്ത് കത്തിരി ഇട്ടുകൊണ്ട് ജീവിക്കാം. 2 കത്തിരി കൂടുതൽ അപ്പൊ നല്ല വെയിറ്റ് കിട്ടുമല്ലോ. എന്റെ പൊന്നേടാ, നിങ്ങൾ പറയണ കേരളത്തിലെ ജനങ്ങളോടാണ്. ജനങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ജനങ്ങളുമായി ഇടപഴകി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്നു വിൻസെന്റിന് സംശയമില്ല. അല്ല, നമുക്കൊരു കാര്യം, ഈ സ്ഥലങ്ങളിൽ ഈ 3 MLA-മാർ ചെയ്ത വികസനം എന്താണ്? കടലാണ് കേരളത്തിലെങ്കിൽ അത് അനുയോജ്യമായി ഉണ്ടാക്കണ്ടേ? കോൺഗ്രസ് വെച്ചിട്ടില്ല. ചേട്ടന്റെ കാലിലെ മന്ദിനെ കുറിച്ച് അപ്പുറത്തെ കാലിലെ മന്ദിന്റെ കഥയല്ല, ചേട്ടന്റെ കാലിലെ മന്ദിന്റെ കഥ. വിദേശീയ പട്ടികടിക്കുന്ന സംസ്ഥാനമായി മാറി. അവരവിടെ പോയി പറയണത് ഡോഗ് ബൈറ്റ് മീ ഇൻ ഇന്ത്യ, നാണക്കേടായ രാജ്യം. ഈ സർക്കാർ തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് ചൂടിൽ കത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം കിരീടം പാലത്തിലാണ്. നമുക്കറിയാം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് ഇതുവരെ മാറി മാറി പറ്റിയ സർക്കാരുകൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത്. എല്ലാ ചായക്കടകളും ഈ ചർച്ചയുടെ ചൂടിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 3 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത് വിശകലനം ചെയ്യാൻ നമുക്കൊരു അതിഥിയും ഉണ്ട്. എന്തായാലും ആ ചർച്ചയിലേക്കാണ് പോകുന്നത്. ഒരു ചൂടൻ ചർച്ചയായതുകൊണ്ട് ഒരു ചായ കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. BJP പ്രതിനിധിയായി S. നന്ദു, കോൺഗ്രസ് പ്രതിനിധിയായി അഡ്വക്കേറ്റ് മഞ്ജുളാകം ജയൻ, LDF പ്രതിനിധിയായി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. അപ്പൊ 14 നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഇവരുമായി ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രശ്നമായിട്ട് വിനീഷേട്ടാ നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ഇവിടുത്തെ യുവത പറയുന്ന ഒരു പ്രശ്നമാണ്. അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മുടെ നാട്ടില് പുതിയതായി ജോലി നൽകാൻ സാധിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ തുടങ്ങിയിട്ടില്ലെന്ന്. വിനീഷേട്ടൻ എന്താ തോന്നുന്നത്? നിലവിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ പ്രചരണം കാണാറുണ്ട്. പക്ഷേ എവിടെയാണ് വികസനം എന്ന ചോദ്യം പൊതുജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചകൾ യുവാക്കളാണ് ചോദിച്ചു തുടങ്ങുന്നത്. എന്താണ് തോന്നുന്നത്? നോക്കൂ, കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് ഈ യുവാക്കളെല്ലാം പഠിച്ചതിന് ശേഷം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ അന്യ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ ഈ ഒരു 2 വർഷത്തിനകത്ത് യുവജനങ്ങൾ കംപ്ലീറ്റും തിരികെ വരുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മളിപ്പോൾ കിള്ളിപ്പാലത്ത് ഒരു പുതിയ IT തുടങ്ങിയിട്ടുണ്ട്. IT-യിൽ പുതിയ 2 കോഴ്സുകളാണ് വന്നിട്ടുള്ളത്. ആ കോഴ്സുകൾ എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യക്കകത്തോ അങ്ങനത്തെ ഒരു കോഴ്സുകളില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ITF അല്ല, കോഴ്സ് എന്താണെന്നൊന്ന് പറയാമോ? നിലവിൽ ഇന്ത്യക്കകത്ത് ഇല്ലാത്തൊരു കോഴ്സിന്റെ പേര് കോഴ്സ് എന്നാണ് കോഴ്സിന്റെ പേര്. അങ്ങനെയല്ല, ഇതിപ്പം ഒരു പ്രചരണത്തിന്റെ വാക്കായിട്ട് പഠിക്കാതെ പ്രചരണത്തിന്റെ ഭാഗത്തല്ല. പുതിയ ഒരു ITF ഇപ്പം നമ്മൾ ചാക്ക് IT-യിലുണ്ടല്ലോ, അതിന്റെ ഇതായിട്ടാണ് ഒരു പുതിയ കോഴ്സാണ് കേരളത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, കിള്ളിപ്പാലത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഫണ്ടിങ് എങ്ങനെയായിരുന്നു? കേരള ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെ പങ്ക് എന്താണ്? സ്കിൽ ഡെവലപ്മെന്റ് ഇന്ത്യയുടെ കീഴിലാണ്. ഒരു ഫണ്ടുമില്ല, കേന്ദ്രത്തിന്റെ ഒരു ഫണ്ടുമില്ല. ഒരു ITI കൊണ്ട് കേരളത്തിലെ തൊഴിലില്ലാത്ത എന്റെ ഒരു സംശയം, കേരളത്തിലെ 69 വർഷം നിങ്ങൾ 2 പേരും കൂടി ഭരിച്ച ഒരു സംസ്ഥാനത്ത്
ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി 10 ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു ITI കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ITI കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും 69 വർഷം ഭരിച്ചു. 69 വർഷം ഇടതുപക്ഷവും UDF നമ്മുടെ രാജ്യത്തുള്ള ഒരു പദ്ധതി ഈ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള വ്യവസായശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോൺഗ്രസിന്റെ സംഭാവനയാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് വിദ്യാർത്ഥികൾ കേരളത്തിൽ നിൽക്കാതെ പുറത്തേക്ക് പോകും. കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിനകത്ത് കൂട്ടമായി പോകുന്നു. ഏത് വിദേശ രാജ്യത്ത് പോകണമെങ്കിലും വിദേശ രാജ്യത്ത് പോകണമെങ്കിലും നിങ്ങള് ഒരു ചർച്ചയ്ക്ക് എടുത്തതിന് ഇപ്പൊ അറിയാലോ, മധ്യപ്രദേശിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട്, അത് SC/ST കമ്മീഷൻ വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് പറയും. ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ട്. ആ കല്യാണത്തിന്റെ ആ വ്യക്തി, ആ കുട്ടി ഇവിടുത്തെ പ്രശ്നം നമ്മൾ പലപ്പോഴും നമ്മളെ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പൊതു ചർച്ചകള് എന്ന് ചോദിക്കുമ്പോൾ മത്തായി എന്ന് പറയുന്നതാണ് പൊതുവെയുള്ള രാഷ്ട്രീയക്കാരുടെ നിലപാട്. അതല്ല നമുക്കിവിടെ വേണ്ടത്. വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ വികസനം കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്താണ് എന്നതാണ്. 140 നിയോജക മണ്ഡലത്തില് നമ്മൾ മാത്രമല്ല നമുക്ക് 140 നിയോജക മണ്ഡലത്തിലേക്ക് നമ്മുടെ ഈ ഒരു ടീം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ചർച്ച തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ തലസ്ഥാനത്തെ വിഷയമാണ്. ആദ്യമായി നമ്മളെടുക്കുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി നമ്മൾ കുട്ടി പറഞ്ഞു പറഞ്ഞാൽ ആ കുട്ടിക്ക് ആദ്യം വിദ്യാഭ്യാസം. ഇന്ന് വിദ്യാഭ്യാസത്തെ ഹൈടെക് ആണ്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ഞാൻ പഠിച്ച സ്കൂളാണ്. അന്നത്തെ കാലമല്ല, ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഞങ്ങൾ കരമനയിൽ ഒരു ലിഫ്റ്റുള്ള സ്കൂൾ പണിതു. ലിഫ്റ്റുള്ള സ്കൂൾ പണിയുന്നതല്ല, ഇവിടെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൃത്യസമയത്ത് സ്കില്ലിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം. UDF കാലത്ത് ഇന്ന് വരെ പാഠപുസ്തകങ്ങളോ യൂണിഫോമോ ഈ ഓണം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ വിഷയം നമ്മുടെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കാതെ +2 കഴിയുമ്പോൾ പാരന്റ്സിനോട് പറയണേ, അച്ഛൻ ഞാനിവിടെ പഠിക്കത്തില്ല, എന്റെ കൂട്ടുകാർ ജപ്പാനിൽ പോയി അമേരിക്ക എനിക്ക് പോകണം. എന്തുകൊണ്ട് പോകുന്നു? പാവപ്പെട്ട സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് കേരളത്തിൽ പഠിക്കാൻ. ശരി, അപ്പൊ CPM-ന്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ നിലപാട് അല്ലെങ്കിൽ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ നന്ദു മുന്നോട്ട് വെച്ച ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിലും ഇതായിരുന്നു കേരളം നേരിട്ട് കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. പ്രത്യേകിച്ച് യുവാക്കൾ ഇവിടെ പഠനം പൂർത്തിയാക്കിയാലും നേരെ വിദേശത്തേക്ക് പോകുന്നു. യുവാക്കൾക്ക് ജോലി ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. അത് ഒരു കാലഘട്ടത്തിൽ CPM ആയിരുന്നു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ഈ പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം ഭരണപക്ഷത്ത് CPM എത്തിയപ്പോഴും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ അതിന് എതിർത്തവരാണ് ഇടതുപക്ഷം കേരളത്തിൽ. എന്ത് സാങ്കേതികമായി ഇന്ന് കാണുന്ന IT സെക്ടർ, അത് കഴക്കൂട്ടമായാലും കിൻഫ്ര ആയാലും ഇതെല്ലാം കോൺഗ്രസിന്റെ കാലത്ത്, കോൺഗ്രസ് ഗവൺമെന്റ് കാലത്താണ്. ഈ രാജ്യത്ത് കേരളം മാത്രമല്ല, ഇന്ന് കാണുന്ന വ്യവസായശാലകളുടെ എല്ലാം തുടക്കം ഇന്നിലേറെ പറയുന്നു. നമ്മുടെ ആകാശവാണി ആദ്യമായി ഇന്ദിരാഗാന്ധി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ആകാശവാണി ആരംഭിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നത്, ഞാൻ പറഞ്ഞത് കേരളത്തിൽ
വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയാൻ പോലും നമുക്ക് നാണക്കേടാ. എന്താണ്? കൊച്ചു കുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നത് 100 പേര് എണ്ണ അറിയാമോ എന്നാണ്. അല്ല, ഞാൻ കാരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രീതി ആ വിദ്യാഭ്യാസ ഞാൻ പറയട്ടെ അപ്പനായിട്ടാണ് ഏയ് കണക്കാക്കുന്നത്. അതിനെ പിന്നെ വിദ്യാഭ്യാസം ആ അപ്പൂപ്പനാവും, ഉദ്യോഗസ്ഥന് അപ്പൂപ്പന്റെ അപ്പൂപ്പനാവും, അല്ലല്ല. ബുക്കും പുസ്തകവും അല്ലല്ല, ചെ- കേൾക്കട്ടെ. ഇപ്പൊ ഞാൻ അദ്ദേഹം പറയുന്നത് പറഞ്ഞത് എന്നെ മനസ്സിലാക്കി ഇടതുപക്ഷ സുഹൃത്ത് ഞാൻ പറഞ്ഞത് ഞാൻ പുസ്തകം കാര്യം നേരത്തെ എത്തിക്കുന്നത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയില്ലേ? ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞത് അതല്ലേ? പുസ്തകം നേരത്തെ അല്ല, എത്തിക്കുന്നു. അതൊരു അത് ഞാൻ വികസനമല്ലേ? പുസ്തകം നേരത്തെ എത്തിക്കുന്നു എന്നുള്ളതല്ല, അത് ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ വിഷയം എന്ന് പറയുന്നത് +2 കഴിയുമ്പോൾ കുട്ടികൾ ഇവിടെ നിൽക്കുന്നില്ല. അല്ല, സത്യം കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു മിനിറ്റ്. എന്തുകൊണ്ടാണ് ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ മന്ത്രിമാരുടെ മക്കൾ വരെ ഇന്ന് വിദേശത്താണ് പഠിക്കുന്നത്? കാരണം ഏത് വിദ്യാഭ്യാസ മന്ത്രിമാരെ ഉദ്ദേശിച്ച് നമ്മുടെ പറയൂ. നമ്മുടെ നിങ്ങൾ കോൺഗ്രസിന്റെ ആൾക്കാരെ ഗവൺമെന്റ് മകൻ വരെ അല്ലാതെ ഞാൻ പറയട്ടെ, എല്ലാം പുറത്താ പഠിക്കുന്നത്. എവിടെ പഠിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ വരുന്നത്, പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു വിട്ടെ, ഹയർ സ്റ്റഡീസിന് ഞാൻ പറയട്ടെ, വിദേശ അതല്ലാതെ രാജ്യങ്ങൾ ഇവിടെ ഇത്രയും ഒരു ഒഴുക്ക് ഇന്ന് ഒരു ഈ 10 വർഷത്തിനകത്തല്ലാതെ ഉണ്ടായില്ല. ഇപ്പൊ പിള്ളേർ രക്ഷാർത്ഥങ്ങൾ പറയുന്നത് അറിയാമോ? എന്റെ കൂട്ടുകാരൻ ജപ്പാനിലാണ്, അല്ലെങ്കിൽ ആസ്ട്രേലിയയാണ്, കാനഡയാണ്, UK ആണ്, എനിക്ക് പഠിക്കണം. രക്ഷാർത്ഥങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്താ അറിയാമോ? എന്നെ കൊണ്ട് ഇപ്പൊ എന്റെ മകൻ എന്ന് പറയുന്നത്, അച്ഛാ എനിക്ക് കാനഡയിൽ പഠിക്കണം, എനിക്ക് സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ ഞാൻ ആ കുട്ടിയുടെ മുമ്പ് ആകെ ഡയലമയിലാണ്, ഞാൻ ആത്മഹത്യയായിട്ട് വരുന്നു. കാരണം എൻ്റെ മകൻ്റെ കൂട്ടുകാർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, അവർക്കുള്ള ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് കാണിക്കാൻ അവർ തയ്യാറാണ്. ഞാനൊരു കർഷകനാണ്, എൻ്റെ മകനെ കയറ്റാൻ പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും വീട്ടിൽ ആകെ ഡയലമയിലാണ്. കാരണം പിള്ളേർക്കെല്ലാം പുറത്തു പോകണം. ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ വിദ്യാഭ്യാസ വകുപ്പ് കെട്ടിടം വെച്ചതുകൊണ്ട് കിഫിയുടെ പൈസ എടുത്ത് കെട്ടിടം വെക്കുന്നതോ ലിഫ്റ്റ് വെക്കുന്നതോ അല്ല. പുതിയ 6,000 ലക്ഷം കോടിയാ കിഫി. വേറെ കുഴപ്പമൊന്നുമില്ല. കേരളം ഇന്ന് ഒരു കുട്ടി ജനിക്കുന്ന 1.5 ലക്ഷം പറയാൻ സമ്മതിക്കുന്നില്ല. പുള്ളി ഞാൻ എന്റെ അവസരമല്ല, എന്നോട് ചോദിക്കാം. താങ്കൾ പറഞ്ഞു ഞമ്മുണ്ടായിരുന്നു, ഒരു കുട്ടി ജനിക്കുന്നത് പറഞ്ഞോട്ടെ പ്ലീസ്, ഒരു കുഞ്ഞ് ജനിക്കുന്നത് 1.5 ലക്ഷം രൂപയുടെ കടത്തോടാണ്. 1,500 കോടിയായിരുന്ന ഇന്ന് കേരളത്തിൽ 6,000 ലക്ഷം കോടിയാണ് കടം. ഈ സർക്കാർ ഇതാ പോകാൻ പോവുകയാണ്, അവർക്ക് ഇതൊന്നും ഇനി അറിയണ്ട. കാരണം സർക്കാർ ഇറങ്ങി പോകാൻ പോകണം, എല്ലാം കടം വാങ്ങിച്ച് ക്ഷേമ പെൻഷൻ പോലും പലതും പ്രഖ്യാപനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ ജനങ്ങൾ ഇനി വിദ്യാഭ്യാസം നിർത്തൂ, ആരോഗ്യ വകുപ്പിലേക്ക് കിടക്കാം. ഈ കപ്പൽ ഉലയുകയില്ല സാർ, ആടുകയില്ല സാർ, ഈ കപ്പിത്താനുണ്ട് സാർ. ഇവിടെ വയറ്റിനകത്ത് കത്തിരി ഇട്ടുകൊണ്ട് ജീവിക്കുക. വീടുകൾ പറയും 2 കത്തിരി കൂടുതൽ, അപ്പൊ നല്ല വെയിറ്റ് കിട്ടുമല്ലോ. വീട് ഓപ്പറേറ്റ് ചെയ്ത് ഒരു 3 കത്തിരി അകത്തെടുത്ത് 4 ബ്ലേഡ് നെഞ്ചു വെക്കട്ടെ. ഇത്രയും ഒരു അമ്മ പാവം ബിന്ദു കോട്ടയത്ത് കെട്ടിടം വീട് മരിക്കുകയാണ്. മോളോടൊപ്പം ഇരുന്ന് മോള് നോക്കിയപ്പോ അമ്മയെ കാണാനില്ല, അമ്മ മണ്ണിനടി. ആരോഗ്യ മേഖല നിങ്ങൾ തൊട്ടടുത്ത് നമ്മളിപ്പോ സംസാരിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് നേമത്തൊരു താലൂക്ക് ആശുപത്രി, അവിടെ ചെന്ന് നിങ്ങൾ നോക്കൂ. പക്ഷേ ഡോക്ടറില്ല, ആശുപത്രിയിൽ ഡോക്ടറില്ല. ആശുപത്രി വെച്ചായിരിക്കും, കിഫ്ബി ഫണ്ട് ചെയ്തെടുത്ത് ആശുപത്രി വെച്ചായിരിക്കും. ആശുപത്രി വെച്ച് ആശുപത്രി വെച്ചു എങ്കിൽ ആയിക്കോട്ടെ, അവിടെ ഡോക്ടർ വേണ്ടേ? അല്ല, ഞാൻ കേശവന്റെ സമയം കൂട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കൂട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം ജനങ്ങള് ആശ്രയിക്കുന്നവർക്ക് ഞാൻ വിളിച്ച് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടർമാര് ഒരു ദിവസം എത്ര പേരെ നോക്കുന്നുണ്ട്? കൂടിപ്പോയ ഒരു 20 പേര് അല്ലെ 25 പേര്, അത് ടോക്കൺ എടുത്താലും ഇല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെയാണോ? ഏത് ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർമാർ ആരോഗ്യ രംഗത്ത് 1ാം സ്ഥാനം. എന്താണ് പറയാനുള്ളത് ഇതിനകത്ത്? പിണറായി സർക്കാർ എന്താ ശിശുവണ്ണം നിൽക്കുന്ന ഫിറോസിനോട് ചോദിക്കണം. നിങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ ഫിറോസിനോട് ചോദിക്കണം ആരോഗ്യ വൈറ്റ് കൂടി ഉണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് രാവിലെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ പൊഴിയൂര് ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കാൻ ഒരു ആശുപത്രി അവിടെ ഇല്ല. ഇനി നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി എന്താണ്? അവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളിൽ ഒരാൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര ദൂരം താണ്ടി വേണം ഒരു അവശ്യ ചികിത്സ കിട്ടാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്താനെന്ന്. അപ്പൊ നിങ്ങൾ എന്താ കടലോര മക്കളെ കാണുന്നില്ലെന്നുള്ളതാണ്? തീരദേശ മക്കളെ ചേർത്ത് പിടിക്കുന്നത് സർക്കാരാണ്. ഈ സർക്കാർ അല്ലല്ല, നിങ്ങൾ തീരദേശ മേഖലയായിരുന്നാലും മലയോര മേഖലയാണ് ഏറ്റവും കൂടുതൽ വികസനം വന്നിട്ടുള്ള 2 മേഖലയാണ് തീരദേശ മേഖലയും മലയോര മേഖലയും. ആ മലയോര നിങ്ങൾ പറഞ്ഞ 100% ശരിയായിരിക്കും. ഒരു ആശുപത്രി വേണമെന്ന് അത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംശയമല്ല. അടുത്ത സർക്കാരിന്റെ അല്ല, അത് നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ്. തൊട്ടടുത്തുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഈ ജനങ്ങളുടെ എല്ലാ കാര്യവും ഓരോ സ്ഥലത്തും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ ഗവൺമെന്റിന്റെ ഫണ്ടൊന്നുമില്ല. നമ്മൾ സ്വകാര്യ മേഖലയല്ല, PPP മോഡലല്ല ഇവിടെ ചെയ്യുന്നത്. ശക്തമായിട്ട് നമ്മൾ കൊണ്ടുവരണമെന്ന് പറയുന്നത്
ഗവൺമെന്റ് ഇന്നും അപ്പോ ഗവൺമെന്റ് ഈ ഹോസ്പിറ്റലാണ്. സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ലാന്ന് സമ്മതിച്ചു. പക്ഷേ അതെങ്ങനെ? ഫണ്ടില്ലാന്ന് കുറച്ച് സമയം മുമ്പ് താങ്കളാണ് പറഞ്ഞത് ഈ സർക്കാരിന്റെ കയ്യിൽ ഫണ്ടില്ല. അല്ല, ഫണ്ട് എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ 6000 കോടി കടം സമ്മതിച്ചു. അല്ല, ഞാൻ അല്ല വരുന്നേ അത് വികസനം എന്തുവാ പറയുന്നത്? സ്വാഭാവികം. ഞാൻ എന്തോ സംസ്ഥാന കടത്തിലാണ് ഞാൻ പറയുന്നത്. അതെ. സംസ്ഥാന കടത്തിലാണെന്ന് പറയുന്നത്. വികസനം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ട്, നിങ്ങൾ കേരളത്തിൽ 10 വർഷത്തിന് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുള്ള റോഡുകൾ, ഇന്ത്യയുടെ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? അല്ല, ഇന്ത്യയുടെ 10 വർഷം മുമ്പ് അല്ല, ഞാൻ പറഞ്ഞത് അതിലേക്ക് ഇന്ത്യയുടെ 10 വർഷം മുമ്പ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ യുവാക്കളുടെ വിഷയം ചോദിച്ചപ്പോൾ നിങ്ങൾ രണ്ട് മുന്നണികളുടെയും ഒരു ശൈലി കണ്ടോ? എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് ഇപ്പൊ മോണോലിസയെ കൊണ്ടുവരും, അല്ലെങ്കിൽ ചേട്ടനാണെങ്കിൽ വേറെ പഴയ ആകാശവാണിയിലേക്കും ഇന്ദിരയിലേക്കും പോകും. കേരളത്തിലെ യുവാക്കളുടെ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദയനീയമായ സ്ഥിതി. നിങ്ങൾ നോക്ക്, കൊച്ചുമക്കളെ കാണാൻ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മറുനാട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം മാറി. ഇതാരാണ് ഈ ദുരന്തത്തിലേക്ക് കേരളത്തെ കൊണ്ട് തള്ളിയിട്ടത്? അത് 69 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഭരണമാണ് എന്ന് ഇവർ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. അത് സമ്മതിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇവർ പറയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭയങ്കര ഉന്നതമായ ശ്രേണിയിലേക്ക് വന്നു, അത് 2016 ശേഷമാണ് എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറയും. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ കാലത്ത് CPM ഒരു മുദ്രാവാക്യം ഇറക്കിയിരുന്നു. നമ്മളെല്ലാവരും കണ്ട KPS ലളിതയെ പോലെ പ്രധാനപ്പെട്ട ഒരാൾ വന്ന് നടത്തിയിട്ടുള്ള മുദ്രാവാക്യമാണ്. എന്താണ്? നിങ്ങൾ പൂട്ടിയ സ്കൂളുകളല്ല, നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കാൻ പോകുന്നതെന്നാണ് CPM എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ആകെ തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാരായിരുന്നു 2011 ശേഷം കേരളം ഭരിച്ചിരുന്ന UDFന്റെ സർക്കാർ. ആ സർക്കാരിന് കീഴിൽ മുസ്ലിം ലീഗിന്റെ കയ്യിൽ ഈ വകുപ്പ് കൊടുക്കുകയും അതിനെ തുടർന്ന് കേരളത്തിനകത്ത് പാഠപുസ്തകമില്ലാത്തതിന് സമരം, +2 അഴിമതിയിൽ സമരം, നിരവധിയായ സമര പോരാട്ടങ്ങൾ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ വിദ്യാർത്ഥികളും മാറേണ്ടി വന്നു. അങ്ങനെ മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ മറുനാടിനെ ആശ്രയിച്ച് തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിനകത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, കേരളത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് BJP സ്റ്റാൻഡ്. ഇനി നമ്മൾ വ്യവസായവൽക്കരണം നടത്തണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിനകത്ത് പുതിയ സാധ്യതകൾ ഉണ്ടാവണം എന്ന് പറയുന്നു. AI ടെക്നോളജി വരുന്നു, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഹബ്ബുകൾ വരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കണം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ ജില്ലയിലും സ്കിൽ ഹബ്ബുകൾ വരുന്ന സമയത്ത് ഇന്ന് കേരളത്തിനകത്ത് ഒരു ITI കൊണ്ടുവന്നത് വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. കേരളത്തിനകത്തുള്ള ചെറുപ്പക്കാർക്ക് ഇവര് പറയുന്നത് BJPയുടെ വലിയ ഒരു ഇത് വന്നിട്ട് നോക്കൂ. ഒരു ഉദാഹരണം പറയുന്നത് പൊതുമരാമത്ത് കേരളത്തിൽ ഇന്ന് വരെ യുവാക്കളുടെ വിഷയം കൂടുതൽ അഴിമതി നടത്തുന്ന പരിപാടി NHI നടത്തുന്ന ഉദ്ഘാടനം ചെയ്യുന്നതല്ല. അല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പദ്ധതി കേരളം സ്വന്തമായി തുടങ്ങിയ ഒരു പദ്ധതി പറയും. ഈ പറയുന്ന പൊതുഗതാഗത വകുപ്പിനകത്ത് കേരളം സ്വന്തമായി തുടങ്ങിയ ഒരു പദ്ധതി പറയും. ഒരെണ്ണം പറയാൻ പറ്റാത്ത നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പണം. എത്ര രൂപയുടെ പദ്ധതി? എത്ര രൂപയുടെ പദ്ധതിയിൽ 80,000 കോടി രൂപയുടെ പിന്നെ അല്ലാതെ 80,000 കോടി രൂപയുടെ ഒരു പദ്ധതി കേരളത്തിൽ വരുമ്പോ 5,500 കോടി രൂപ മുടക്കാൻ കേരളത്തിന് പറ്റില്ലെങ്കിൽ നിങ്ങൾ പണി വെച്ച് മതിയാക്കുന്നേ. ഇതിനേക്കാൾ കൂടുതൽ ഇവിടെ നികുതി പിടിച്ചോണ്ട് വന്നത് ഞാൻ ചോദിച്ചു, 80,000 കോടി രൂപ മുടക്കുമ്പോ 75,000 കോടി രൂപ കേന്ദ്ര സർക്കാർ മുടക്കുന്ന ഒരു പദ്ധതിയിൽ 5,000 കോടി രൂപ മുടക്കുന്നത് വലിയ കാര്യമായിട്ട് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? മറ്റ് സംസ്ഥാനങ്ങൾ ഇതേ പണി ചെയ്യുന്നില്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ GST ഇളവ് വരുത്തി കൊടുക്കുന്നില്ലേ? എങ്ങനെയാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്? ഏത് സംസ്ഥാനം ചെയ്യുന്നില്ല? ഹരിയാന ചെയ്യുന്നുണ്ട്. ചേട്ടാ അന്വേഷിച്ചോ? നാഷണൽ ഹൈവേയും ദേശീയപാതയും സംസ്ഥാന പാതയൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ഉയർന്നു വന്ന ഒരു വിഷയം യുവാക്കളുടെ പ്രശ്നം. ആ യുവാക്കളുടെ പ്രശ്നത്തിലെ നിലപാട് 3 പേരും പറഞ്ഞു. അപ്പോൾ അടുത്ത വിഷയം ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലാണ്. മത്സ്യത്തൊഴിലാളി മേഖലകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന 2 നിയോജക മണ്ഡലങ്ങളാണ് കോവളവും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലും നെയ്യാറ്റിൻകരയുടെ
ചില ഭാഗവും പൊഴിയൂരൊക്കെ വരുന്ന പ്രദേശം. ആ സ്ഥലങ്ങളിൽ ഞാൻ നിയമസഭാ മണ്ഡലം ഉദ്ദേശിച്ചാണ് നെയ്യാറ്റിൻകരയിൽ നിന്നത്. ഈ സ്ഥലങ്ങളിൽ ഈ 3 MLA മാർ ചെയ്ത വികസനം എന്താണ് എന്ന് പറയാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞ ആന്റണി രാജു ഇരുന്നിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ പണ്ടെന്ന് പറയുന്നത് തീരദേശത്ത് എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നത് വിഴിഞ്ഞം വന്നാണല്ലോ. അല്ലല്ല, ജനങ്ങൾക്ക് നോക്കുന്നു. ഇപ്പൊ നിങ്ങൾ നേരത്തെ നിങ്ങളിപ്പോ ഉണ്ടായിരുന്നു, പുലിമുട്ടിട്ടില്ലായിരുന്നു, 100% കറക്റ്റാണ്. ഇപ്പൊ എന്ന് പറയുന്നതല്ലോ, പുലിമുട്ട് നിർമ്മിച്ച് മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ഈ ഇതാണ്. കഴിഞ്ഞ കടലേറ്റ സമയത്ത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ വീട് വെള്ളം കൊണ്ടുപോയി. അല്ല, അതിന് അവരൊക്കെ വീട് വെച്ചു തീരദേശ മേഖല, തീരദേശ മേഖലയിൽ മുട്ടത്തറയിലൊക്കെ വെച്ചിട്ട് അവരെടുത്ത് കൊടുത്തിട്ടില്ലേ? പിന്നെ തീരദേശ മേഖലയിൽ അവിടെ വെച്ചിട്ടുള്ള നിലപാട് പറയാം. ഈ ചർച്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ഈ പറയുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ തീരദേശ മേഖലയെ നിങ്ങൾ പുലിമുട്ട് ചെയ്ത് മൊത്തം സംരക്ഷിക്കും. നിങ്ങളൊന്ന് ഈ വെട്ടുകാട്, വലിയതുറ ഈ പ്രദേശങ്ങൾ നിങ്ങളുടെ മന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോകണം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ 2024-ലും 2025-ലും ഒക്കെ പോയ ആളാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വാദം അവരെ ഒന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോ? 100%. എങ്ങനെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പൊഴിയൂരെന്നേ. പൊഴിയൂരിൽ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരെ ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഇരട്ടച്ചക്കൻ മുഖ്യമന്ത്രിയെ പൊഴിയൂരിലെ ജനങ്ങൾ ഈ പഞ്ചായത്തിന് അടിച്ചോട്ടില്ല. അവിടെ ജനങ്ങളുമായി ഇടപഴകി അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്നു വിൻസെന്റ്. സംശയമില്ല. സംശയം അല്ല, നമുക്കൊരു കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ആരാണ് വോട്ട് ചെയ്യുന്നത് നോക്കണം, ആര് ജയിക്കുമെന്നറിയാം. വിൻസെന്റിനെ 3ാം വട്ടം ജയിപ്പിക്കാൻ. പിന്നെ ഇടയ്ക്ക് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞു പോയി. ആരാ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം, അല്ലാതെ ഇടതുപക്ഷത്തിന്റെ വകയല്ല. വിഴിഞ്ഞം പദ്ധതി മുഴുവൻ ക്രെഡിറ്റും കോൺഗ്രസിന് അവകാശപ്പെട്ടതാ. ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ്, അദ്ദേഹത്തിന്റെ വിഭാവനം. ഇന്ന് ഇവരുടെ കാലത്ത് ഭരണം ഇരുന്നു, ഇവർ ഉദ്ഘാടനം ചെയ്തു BJP-യുമായി ചേർന്നുകൊണ്ട് ബായി ബന്ധം. അല്ലാതെ അതിന്റെ മുഴുവൻ അവകാശി ഞങ്ങളാണ്. അതിന്റെ പൊക്കിൾക്കൊടി ബന്ധം കോൺഗ്രസിനുള്ളതാണ്. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനെ പറയാൻ വിട്ടുപോയി. പാറശാല മണ്ഡലത്തിൽ ഈ 2 മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറായപ്പോ ഒരു ബഹുനില 10-600 കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം ചെയ്തു. ആരാ ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തു. 3 മാസമായി ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഡോക്ടർമാരില്ല, മരുന്നില്ല, അവിടെ ഓപ്പറേഷൻ നേഴ്സുമാരില്ല, ലാബില്ല. നമുക്ക് വേണ്ടത് കെട്ടിടമാണോ? ജനങ്ങൾക്ക് വേണ്ട കെട്ടിടമാണോ? ജനങ്ങൾക്ക് വേണ്ട ചികിത്സ അവിടെ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റൊന്ന്, റീൽസ് കണ്ടിരിക്കുന്നു. പാറശാല മണ്ഡലത്തിൽ ഒരു കുമ്പിച്ചക്കടവ് പാലം അവിടെ MLA ചേർന്ന് ഭയങ്കര റീൽസ് വരിക. അത് തുടങ്ങിയത് തമ്പാനൂർ രവി MLA ആയിരുന്നപ്പോഴാ. തമ്പാനൂർ രവിയാണ് അതിന്റെ തുടക്കക്കാരൻ. ഞാൻ പറയട്ടെ, കേന്ദ്രം വനാവകാശ നിയമം പാസ്സാക്കിയതാണ് തുടങ്ങിയത്. അത് വനാവകാശ നിയമം ഒന്നല്ല വിടും. കരമന കളിക്ക് അവിടെ റോഡ് പറയൂ, ബാക്കി എല്ലാം നമുക്ക് നിർത്താം. ഈ ചർച്ചയിൽ അതിലേക്ക് മാത്രം കിടക്കാം. കരമന കളിക്കുള്ള റോഡ് എവിടെ എത്തി? നമ്മുടെ പാവം പാറശാല, നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള ആളുകൾക്ക് ഏകാശ്രീ പരീക്ഷയ്ക്ക് സമയത്ത് എത്താൻ കഴിയുന്നില്ല, കല്യാണത്തിന് എത്താൻ കഴിയുന്നില്ല, PSC പരീക്ഷയ്ക്ക് എത്താൻ സമയം. അവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മന്ത്രിയായിരുന്നു. പ്രാവച്ചമ്പലം വരെ ചെയ്തു. അവിടെ തൊട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തീരുമാനം പറയണം. ആ വികസനത്തിന് വേണ്ടിയിട്ട് ഏത് ത്യാഗം സഹിക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? നിയമസഭയിൽ ഏറ്റവും കോടി നടയിൽ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. ഒരു കാര്യം UDF ഗവൺമെന്റ് ഈ കരമന കളിയിക്കാളോട് കളിയിക്കാളവരെത്തിക്കും,
എന്നുള്ള സംശയം. അതെ, ഫ്ലെക്സുകളിൽ എത്തിക്കും. ഇപ്പൊ എവരും എത്തിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലെക്സുകളിൽ ഞാൻ പറഞ്ഞു കളിക്കാതെ വരെ എത്തും. ഈ കല്ലിടുക നിങ്ങളുടെ ജോലി തന്നെ, അത് പണ്ടേ ഉള്ള സ്വഭാവങ്ങളാണ്. കിഫി ഉള്ളത് കൊണ്ടാണ് ഇവർ കുറെയൊക്കെ ഇപ്പം ഈ സർക്കാർ റോഡുകൾ ചെയ്തത്. സമ്മതിച്ചു. പക്ഷേ കിഫി സമ്മതിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, കിഫ്ബിയുടെ ലോൺ സാമ്പത്തിക ബാധ്യത എത്ര കോടിയാണെന്ന് അറിയാമോ? കിഫ്ബിയുടെ ലോൺ സാമ്പത്തിക ബാധ്യത എത്ര കോടിയാണെന്ന് പറയുമോ? എന്റെ സുഹൃത്തെ, ഈ സംസ്ഥാനത്ത് ഇതിന് കിഫ്ബിയിലേക്ക് എങ്ങനെയാ ഫണ്ട് വരുന്നത്? കിഫ്ബിയിലേക്ക് എങ്ങനെയാ ഫണ്ട് വരുന്നത്? ഒരു കുട്ടി ജനിക്കുന്നത് 1.5 ലക്ഷം രൂപ കടത്തിലാണ്. അത് ഇവർ ഓർമ്മിക്കുന്നത്. ഈ സംസ്ഥാനത്തെ കടക്കെണിയിലാക്കിയിട്ടാണ് വൈരുദ്ധാത്മിക ഭൗതികവാദത്തിൽ പറയുന്നത് വികസനം വന്നാൽ കടം വരും. അതായത് കടം വാങ്ങിയാണ് നമ്മൾ നമ്മുടെ അച്ഛൻ മരിക്കുമ്പോൾ ഈ സർക്കാർ യുവജനങ്ങളെ റാങ്ക് ലിസ്റ്റിൽ 1, 2, 3 സ്ഥാനക്കാരായി വരുന്നവർക്ക് പോലും ജോലി അവസാനം റാങ്ക് ലിസ്റ്റ് സത്യത്തിൽ കേരളത്തിലെ യുവാക്കളുടെ സാഹചര്യം കഴിഞ്ഞ 69 വർഷത്തെ ഇവരുടെ രണ്ടുപേരുടെ മികവെന്താണെന്ന് വെച്ചാൽ 69 വർഷം കൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് മുടി മുറിക്കുക, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് മുട്ടിലഴയുക, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് മണ്ണ് വാരി തിരിക, പുല്ല് കെട്ടി തിന്നുക. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള അവർ അഭിമാനമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മെമ്മോ ഉണ്ടല്ലോ, അവിടെ നിന്ന് വരുന്ന ഉദ്യോഗത്തിന് നിങ്ങൾക്ക് ഇതുണ്ടെന്ന് പറഞ്ഞ് വരുന്ന മെമ്മോ, ആ മെമ്മോ കത്തിച്ച് കളഞ്ഞ് നിറ കണ്ണുകളോടെ വീട്ടിലേക്ക് പോകുന്ന ഗതികേടിലേക്ക് 69 വർഷത്തെ ഇതുപോലെ PSC വഴി റോസ്ഗാർ അനു എന്ന് പറയപ്പെടുന്ന വെള്ളരുടെ പയ്യൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ചവരെ ട്യൂഷൻ പഠിപ്പിക്കും, ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ കൊട്ടവേലൊക്കെ പോയി ഉച്ചവരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന പയ്യനാ. പക്ഷെ റാങ്ക് ലിസ്റ്റ് സദ്യ ചെയ്തു. റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടുകാർ സ്വീകരണം കൊടുത്തു. അച്ഛനും അമ്മയും യൂണിഫോം ഇട്ടു. ഫയർഫോഴ്സ് ജോലി ഇട്ട പയ്യൻ. പക്ഷെ റാങ്ക് ലിസ്റ്റ് സദ്യ ചെയ്തു. നിങ്ങളൊന്നും അറിയില്ല, കാരണം നിങ്ങൾ ശീതള ചായയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്കറിയാം ഇത്രയും വികസനം വന്നിട്ടുള്ള ഈ ചർച്ചയുടെ തുടക്കം മുതൽ വരുന്നത് 10 വർഷത്തെ വികസനമാണ്. 10 വർഷത്തെ വികസനത്തിൽ 10 വികസനം തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലത്തിലെ 10 വികസനം. ഒന്ന് പൊതുവിദ്യാഭ്യാസ മേഖല, ആരോഗ്യ, തിരുവനന്തപുരം ജില്ലയിലെ 10 വർഷത്തെ 10 വികസനം. വിഴിഞ്ഞം പദ്ധതിയുടെ എമിഗ്രേഷൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതുവരെയും ഇതുവരെയും ചെയ്തു കൊടുത്തില്ല? വിഴിഞ്ഞം പദ്ധതിയുടെ സാഹചര്യം എന്താണെന്ന് അറിയാം. പിന്നെ ആരാധന അതിന് എമിഗ്രേഷൻ അനുവിനെ കൊലക്ക് കൊടുത്തു, അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കൊലക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള റോഡുകളൊക്കെ കൊളാക്കിയിട്ടു. അപ്പോൾ ഈ അടുത്ത പ്രശ്നമായി ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ടൂറിസമാണ്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നമുക്കറിയാം ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, ഒരുപാട് കുളങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ വലിയ കുളം അടക്കം നമുക്കറിയാം, ചെങ്കൽ ഭാഗത്തുള്ള വലിയ കുളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കുളമാണ്. എന്നിട്ട് എന്ത് ടൂറിസം പദ്ധതികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ തിരുവനന്തപുരം ജില്ലയെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്?
നോക്കൂ, നമുക്ക് തിരുവനന്തപുരം ജില്ലയെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ടൊരു ടൂറിസം മേഖല നടക്കാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും നോക്കൂ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ 100 വിഷയങ്ങൾ തിരുവനന്തപുരം ജില്ലയെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് കോട്ടൂർ ടൂറിസം, നമ്മുടെ നെയ്യാർ ഡാം ടൂറിസം മേഖല, പാലോട് ടൂറിസം മേഖല, പൊന്മുടി ടൂറിസം മേഖല, തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് മാത്രമുള്ള ടൂറിസം മേഖലയാണ് നെയ്യാർ ഡാം. ഞാൻ പറയട്ടെ, അങ്ങനെ നമുക്ക് പറയാൻ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മിനിമം ഒരു 25 പോയിന്റെങ്കിലും നമ്മൾ ഈ ഇരിക്കുന്ന ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കോളത്താരും വരുന്നില്ല. പട്ടി ഇതാ ഒന്ന് മാറേ, നമ്മൾ ക്യാമറ ഒന്ന് അങ്ങോട്ട് കാണിക്കണം. നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ആരാണ് മാറു വിശിഷ്ട അതിഥി ആരും നോക്കും. നമ്മൾ ചർച്ച ചെയ്യുന്ന തൊട്ടടുത്തുള്ള വിശിഷ്ട അതിഥി എല്ലാ ടൂറിസ്റ്റുകളും വരിക. കോവളത്ത് പട്ടികളെ പട്ടിശല്യം കൊണ്ട് ഒറ്റ മനുഷ്യർ വരുന്നില്ല. വിദേശികൾ പട്ടിയെ കൊണ്ട് നമ്മൾ നിങ്ങൾ എടുത്ത് നോക്കുക, ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യും. ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസം വന്ന് ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത് കേരളത്തിലാണ്. ഇപ്പൊ വരുന്നുണ്ടോ? ആരും വരുന്നില്ല. പിന്നെ ആരാ പറയുന്നത്? നിങ്ങൾ ടൂറിസ്റ്റ് ഇവിടെ കിടന്ന് മരിച്ചുപോയി കൊലപ്പെടുത്തി. ഒരു ടൂറിസം മേഖലയിൽ ഒരു വികസന പദ്ധതിയായിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, അറിയാമോ? വർക്കലയിൽ എത്ര കോടിയാണ് നേരിട്ട് ചെലവാക്കിയതാണ്. ടൂറിസം എത്ര ദിവസം അത് ഇരുന്നു എന്നാണ്. അല്ല അത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കഥ അറിയാവോ? അല്ല ഞാനൊരു കേട്ടെ, ഓരോ കാലത്ത് അല്ല ഞാൻ പറഞ്ഞിട്ട് ചില അതൊരു MLA സൊസൈറ്റി ആയിരുന്നു. ഏത് MLA എന്നായിരുന്നു? അല്ല ഞാൻ പറഞ്ഞ സൊസൈറ്റി അങ്ങനെയാണോ മാത്രമാണ് ആ ഇത് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് അങ്ങനെ ചെയ്യണം, അത് ഫണ്ടിങ് കൊടുത്തിട്ടുള്ളൂ. അതല്ല സൊസൈറ്റിക്ക് അങ്ങനെ ഒരു ഇല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ആ സൊസൈറ്റി വെച്ചിട്ടാണ് ആ ഗ്ലാസിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പ്രശാന്തിനെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറയുന്നത്. പ്രശാന്തിനെ പേരൊന്നും പറഞ്ഞില്ല. ചേട്ടൻ പേര് പറഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ. ഞങ്ങൾ പേര് പറഞ്ഞില്ല. സൊസൈറ്റിയുടെ പേര് പറയൂ. അല്ല ഞാൻ പറഞ്ഞു അവിടെ എന്താണ് അഴിമതി? ആ സൊസൈറ്റിയുടെ ഓഫീസിലാണ് ഇപ്പം പ്രശാന്ത് ഇരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് അഴിമതി പറയുന്നത്? അതെങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി 10 ദിവസം ആകുമ്പോ പൊട്ടിയത് എങ്ങനെയാ? അല്ല ചില സമയത്ത് അതെങ്ങനെ അഴിമതി? അയ്യോ, അത് നന്ദു അവിടെ ഒരു മറ്റേ എന്തോരം സ്ഥലങ്ങളിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഒന്നും മുട്ടുന്നില്ലല്ലോ. നന്ദു ഒരു കാര്യം, കേരളത്തിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. കേരളം പ്രത്യേകമാണ്. കേരളം പ്രത്യേക ഒരു സംസ്ഥാനം. കേരളമാണോ? വ്യത്യാസമുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലെയല്ല തിരമാല അടിക്കുന്നത്. അതിന്റെ വ്യത്യാസം വരുന്നേ. കടലും കേരളത്തിൽ വേറെയാണ്. അല്ല ഞാൻ പറഞ്ഞ ചില സംസ്ഥാനങ്ങളിലുള്ള കടലല്ല, ഇത് വേറെ കടൽ. അല്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണോ? പിണറായി വിജയന്റെ കടൽ അനുയോജ്യമായത് ഉണ്ടാക്കാത്തത്. ഇങ്ങനത്തെ കടലാണ് കേരളത്തിലെങ്കിൽ അതിന് അനുയോജ്യമായി ഉണ്ടാക്കണ്ടേ? കോൺഗ്രസ് വന്ന വിൻഡ് മില്ല് വെച്ചിട്ടില്ലേ? ചേട്ടന്റെ കാലിലെ മന്ദിനെ കുറിച്ച് അപ്പുറത്തെ കാലിലെ മന്ദിന്റെ കഥയല്ല, ചേട്ടന്റെ കാലിലെ മന്ദിന്റെ കഥ ആദ്യം പറഞ്ഞു. ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങുമ്പോ ശരി, കടലിന്റെ തിര കേരളത്തിൽ പ്രത്യേക തരം തിര. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രശ്നം എന്താണ്? അങ്ങനെ ഒരു ചേട്ടാ, ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിങ്ങൾ മൂന്നാറിൽ ഉണ്ടാക്കിയാലും കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയാലും കന്യാകുമാരിയിൽ ഉണ്ടാക്കിയാലും ഒരേ മെറ്റീരിയൽ, ഒരേ രീതി, ഒരേ ടെക്നോളജി. ഞാൻ പറഞ്ഞത് അവിടുത്തെ മണലിന്റെ പ്രശ്നം എന്റെ പൊന്നേട്ടാ, നിങ്ങൾ പറയണ കേരളത്തിലെ ജനങ്ങളോടാണ്. ജനങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ജനങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. മണലിന്റെ പ്രശ്നമാണെന്നോ? കടലിലാകുമ്പോ കരയിലാകുമ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോ അവിടെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ലേ കൺസ്ട്രക്ഷൻ നടത്തണത്? ഒട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഉണ്ടാക്കേണ്ടത്. വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഡാമേജിന്റെ പൈസ ആ സൊസൈറ്റിയിൽ നിന്ന് വസൂലാക്കിയോ? കഴിഞ്ഞ 3 വർഷമായി ജനങ്ങളെ പൈസയല്ലേ ആക്കണമല്ലോ. ടൂറിസ്റ്റ് മേഖല ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിലെ ഈ നിങ്ങൾ പറയും ഇപ്പൊ LDF സർക്കാർ ഇരിക്കണം, അങ്ങനെ കണ്ടില്ല. ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ സമാധാനം, ഏറ്റവും കൂടുതൽ സമ്മതിച്ചു അതറിഞ്ഞാൽ അല്ല സുരക്ഷിത, ഇതെല്ലാം ആണ്. ഇവിടെ വേറെ സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റൂ? വേറെ ഏത് സംസ്ഥാനത്തിലാണ് നമുക്ക് ഇതുപോലെ സുരക്ഷിതമായിരിക്കുന്നത്? 40 കോടി ജനങ്ങൾ വന്ന കുംഭമേള UP നടത്തിയിട്ട് വളരെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടുപോയി. നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു പരിപാടി നടത്താൻ 40 കോടി പോട്ടെ, 40,000 പേര് അവിടെ 40 വേറെ തികച്ചു നിർത്തി ഒരു പരിപാടി നടത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ചർച്ച ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. എന്ത് പറയുമ്പോഴും ടൂറിസം സാധ്യതകളെ കുറിച്ച്, ടൂറിസം മേഖലയിൽ നടത്തിയ വികസനം
അല്ല ഇനി ചെയ്യുന്ന ഇനി വരുന്ന മന്ത്രി വീണ്ടും ആവും. അല്ല ഞാൻ പറഞ്ഞത് ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദേശികളും സ്വദേശികളും ഇന്ന് ആശ്രയിക്കുന്ന കേരളത്തിനെ. നമ്മളിപ്പോ വേറെ സംസ്ഥാനത്ത് എവിടെ എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ വികസനങ്ങൾ, തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ വികസനങ്ങൾ, നെയ്യാറ് പണ്ടത്തെ നെയ്യാറിൽ ഇപ്പോഴത്തെ നെയ്യാറിൽ പണ്ടൊരു അണക്കെട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അണക്കെട്ടുണ്ട്. നിങ്ങൾ ഈ കോവളത്തായിരുന്നാലും ഏറ്റവും കൂടുതൽ വിദേശികൾ പറഞ്ഞത് നമ്മളിവിടെ നിങ്ങൾ ശംഖുമുഖം എടുത്തോടും പറയാൻ വാക്കുകളില്ല, പറയാൻ ചേട്ടന്റെ വിഷമം ടൂറിസം ഡെവലപ്മെന്റ്സ് ഉണ്ടായ 5 സ്ഥലങ്ങൾ. ടൂറിസം മേഖല ഏറ്റവും കൂടുതൽ എന്ത് വേലി എങ്ങനെ വന്നിട്ടുള്ളൂ? വേലി ഡെവലപ്മെന്റ് അല്ലേ? വേലിയിൽ ഏറ്റവും കൂടുതൽ പോണ മേഖലയിൽ ഞാൻ പറയാം, ടൂറിസം മേഖലയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് അവിടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ, അവർക്ക് പ്രശ്നമുണ്ടാകാതിരിക്കുന്ന മറ്റു സംവിധാനങ്ങൾ, അവരെ പാർക്കിങ്ങോ അവരെത്തുന്ന സ്ഥലങ്ങളുടെ അവരെ ഏറ്റവും വലിയ സേഫ്റ്റി, ഇത്രയും പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി പരിഹരിച്ച 3 ടൂറിസം പോസ്റ്റ്. കൊച്ചുവേളിയിലില്ലേ? അടുത്ത് കോളത്ത് എങ്ങനെയാണ്? കോളത്ത് ഏറ്റവും പട്ടികടിച്ച കേസ് ചേട്ടൻ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഓർമ്മയുണ്ടോ? ഇനി അടുത്ത സ്ഥലം പറയാം ചേട്ടാ. തിരുവനന്തപുരത്ത് ഇപ്പൊ വിഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുന്നത് പറഞ്ഞില്ലേ? എല്ലാം ചിരിക്കാണ്. അപ്പൊ ഈ ടൂറിസം മേഖല കോടികൾ ചെലവഴിച്ച് ആക്കുളം പറഞ്ഞില്ല. അല്ല, ആക്കുളം എന്താണ്? ആക്കുളത്ത് അവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അത് കൺകുളിർക്കയല്ലേ നിങ്ങൾ കാണുന്നത്? ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, പുതിയതായിട്ട് എന്താണ്? അല്ല ഇത് ഡാം ഇവിടെ ഉണ്ടായിരുന്നു, കാലമായിട്ട് ഇവിടെ ഉണ്ട്. അല്ല ഞാൻ പുതിയതായിട്ട് ഏതെങ്കിലും മേഖലയെ ടൂറിസത്തിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? അല്ല ശരി, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾ പദ്ധതി പറയും. ഇല്ല, സംബന്ധിച്ചത് ഒരു തിക്ലി ഏരിയയാണ്. അതിൽ ഉള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യുന്നതെല്ലാം നമ്മൾ ജനങ്ങൾ എത്തുന്നുണ്ട്. ശരി, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ടൂറിസ്റ്റ് മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇടതുപക്ഷ സർക്കാർ വന്ന് അതിനെ തകർത്തു. നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ വിദേശീയ പട്ടികടിക്കുന്ന സംസ്ഥാനമായി മാറി. അവരവിടെ പറയണത് ഞങ്ങളെ പട്ടികടിച്ചു എന്നാണ്. ഡോഗ് ബൈറ്റ് മീ ഇൻ ഇന്ത്യ, നാണക്കേടായ രാജ്യം. ഈ സർക്കാർ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു അന്ന് ഈ ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഒരു ഉത്തേജനം നൽകുമെന്നുള്ളൊരു സംശയമില്ല. നന്ദുവിന് എന്താ പറയണ്ട? അല്ല, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനെ നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഒരു സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കാൻ പറ്റുന്നൊരു സ്ഥലം, ഒരു പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായാലും, അത് ഭീമാപള്ളി ആയാലും, വെട്ടുകാടായാലും, അതുപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്ഷേത്രം, മഹാക്ഷേത്രങ്ങളുടെ നിലയിലേക്കും സപ്പോർട്ടീവായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വർക്കല ശിവഗിരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് കഴിഞ്ഞ 69 വർഷമായി കേരളത്തിന് പറയാനുള്ളത്. അവിടെ നമ്മൾ അത് ഡെവലപ്പ്, ഈ പറയുന്ന സ്പിരിച്വൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ അത് നമുക്ക് കൂടുതലായി വരാൻ പോകുന്നത് ആരാണ്? ആഭ്യന്തര യാത്രക്കാരാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഈ പറയുന്ന സ്പിരിച്വൽ ടൂറിസത്തിന് കൂടുതലായി വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കൂടുതലായി വരേണ്ടത് ഈ പറഞ്ഞ വിദേശികളായിട്ടുള്ള സഞ്ചാരികൾ വരുന്ന കോവളം, അതുപോലെ തന്നെ നമ്മുടെ വർക്കല ബീച്ച്, വർക്കല ക്ലിഫ്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ പറയുന്ന ഈ ഡാമുകൾ ഉൾപ്പെടെ, പൊന്മുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നം എന്താണ്? യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് വന്നു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 2, ഇപ്പോൾ വർക്കല ക്ലിഫിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കല ചേട്ടൻ പറഞ്ഞില്ല, ചേട്ടൻ പറഞ്ഞ പല കോമഡികൾക്ക് ഞാൻ മറുപടി പോലും പറഞ്ഞില്ല. അപ്പൊ 2ാമത്തെ കാര്യം, ഈ പറഞ്ഞ വർക്കല ക്ലിഫിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. ദിവസം തോറും മണ്ണിടിഞ്ഞിട്ട് ആ ക്ലിഫിന്റെ അപകട ഭീഷണി കൂടി വരികയാണ്. അപ്പോൾ ഇന്ത്യക്കല്ല, ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ക്ലിഫുകളിൽ ഒന്നായിട്ടുള്ള വർക്കല ക്ലിഫിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമുക്ക് മറുപടിയില്ല. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ ഫോറിൻ ടൂറിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആഭ്യന്തര ടൂറിസ്റ്റ്, ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഇൻവെസ്റ്റ്മെന്റും കൊണ്ടുവരാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ഒരു ജില്ലയിൽ
നമുക്കിത് രണ്ടും കഴിഞ്ഞ 69 വർഷമായി സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണമില്ലാത്ത കാഴ്ചപ്പാടുകളില്ലാത്ത ഭരണാധികാരികളാണ് നമ്മളെ ഭരിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ജനറേഷനെ കൂടി നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ, നമുക്ക് ഈ ടൂറിസം മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വൈവിധ്യമാർന്ന പദ്ധതികൾ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. അതിനെ നല്ല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. അതാണ് BJPയുടെ ഒരു കൺസെപ്റ്റ്. കാരണം റവന്യൂ മേക്കിങ്ങിനൊപ്പം തന്നെ നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ടൂറിസം മാത്രമല്ല, ഒരു ആയുർവേദ ടൂറിസം ഇവിടെ നമ്മളൊരു അതൊക്കെ കൊണ്ടുവരാൻ 10 വർഷം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. വന്നിട്ടുണ്ടല്ലോ. എവിടെ ഇവിടെ ആയുർവേദ ടൂറിസം ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു. എവിടെ തിരുവനന്തപുരത്ത് എവിടെ അല്ല, ഇവരെ മുഖ്യമന്ത്രി തന്നെ ഇവിടെ നിന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവര് പല സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാര് എവിടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു ആയുർവേദ ടൂറിസം സെന്റർ ആയുർവേദ ഹോസ്പിറ്റൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സംഭാവന അല്ല. സർക്കാരിന് എന്താ പങ്ക്? അല്ല, ഇതാണ് സർക്കാരിന്റെ പങ്കല്ലേ ചോദിക്കണം. ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ഒരാൾ വന്ന് നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥി ഉദയസമുദ്രയുടെ ഓണർ, പ്രത്യേകിച്ച് ചെങ്കൽ രാജശേഖരൻ, അദ്ദേഹത്തിന്റെ ടൂറിസം സംവിധാനങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന്റെ സംവിധാനം സ്വകാര്യ സംവിധാനമാണ്. അത് താങ്കളുടെ പിണറായി സർക്കാരിന്റെ സംവിധാനം പറയാൻ പറ്റുമോ? അതൊരു ടൂറിസം മേഖലയല്ലേ, പ്രൈവറ്റ് ആയിരുന്നാലും അത് ടൂറിസം മേഖലയല്ലേ. ആൾക്കാർ വന്നില്ലേ മറ്റേ സംസ്ഥാനത്ത്. ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഈ സാഹചര്യം ഒടുക്കിയത്? കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു സമാധാനം, ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇനി ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ 100% സർക്കാരിന്റെ ഇതിലാണ് ഈ ടൂറിസം. ഇപ്പൊ സ്പിരിച്വൽ ആയിരുന്നാലും ആയുർവേദം ആയിരുന്നാലും നമ്മളെ ആഭ്യന്തര വിപണി അത് വലുതാവണം എന്നുള്ള ഒരു ടൂറിസം കൺസെപ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ശരി, ആ കൺസെപ്റ്റ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ ആ ചൂടിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. വികസനം, വിദ്യാഭ്യാസം, മലയോര മേഖല, മത്സ്യത്തൊഴിലാളി മേഖല, തീരദേശ മേഖല എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ആ ചർച്ച കടക്കുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ വിധി എഴുതാൻ പോകുന്നത് ജനങ്ങളാണ്. ഇനി അവസാനം 9-ാം തീയതി ആ വിധി എഴുത്തിൽ എത്ര സീറ്റാണ് തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കുന്നത്? 14 സീറ്റ് കിട്ടും. തിരുവനന്തപുരത്തുള്ള സീറ്റുകളെല്ലാം കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റാണ് നമുക്ക് പോയിട്ടുള്ളത്. ആ സീറ്റും കൂടി തിരിച്ചു പിടിക്കും. സംശയമില്ല. 8-ൽ കുറയാത്ത സീറ്റ് നമ്മൾ ജയിക്കും. തിരുവനന്തപുരം ജില്ലയിൽ 8-നും 10-നും ഇടയ്ക്ക്. ഏതെല്ലാം സീറ്റ് എന്ന് പറയും? അത് നമ്മുടെ ഒരു 8 മുതൽ 10 വരെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. ഒരു ഉദ്ദേശം പറയോ? 8 മുതൽ BJPയുടെ പ്രതീക്ഷ എന്താണ്? തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ പ്രതീക്ഷ ഒറ്റ പാർട്ടി, അത് ഒറ്റ ചിഹ്നത്തിൽ മത്സരിച്ച ഏറ്റവും വലിയ പാർട്ടി തിരുവനന്തപുരത്ത് ഞങ്ങളായിരിക്കും. അതിലെല്ലാം അതായത് താമര ചിഹ്നത്തിലായിരിക്കും ഏറ്റവും അധികം MLA മാർ തിരുവനന്തപുരത്ത് ജയിക്കാൻ വേണ്ടി പോകുന്നത്. CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രവും ഉണ്ടാവില്ല, കൈപ്പത്തി ചിഹ്നവും ഉണ്ടാവില്ല. അതിനേക്കാൾ അവർ രണ്ടുപേർക്കും ഉണ്ടാവുന്നതിനേക്കാൾ ഒരു MLA എങ്കിലും കൂടുതൽ ഉണ്ടാവുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക്. തീർച്ചയായിട്ടും എന്തായാലും പ്രതീക്ഷകളാണ് എല്ലാ പാർട്ടികൾക്കും, അല്ലെങ്കിൽ എല്ലാവരും അതിൻ്റെതായ ഓട്ടങ്ങളിലാണ്. എന്തായാലും ഇനി മറ്റു ജില്ലകളിലെ രാഷ്ട്രീയ ചൂടിന്റെ കാഴ്ചകൾ കൂടി ഒരു ചായയുടെ രസം കൊണ്ട് നമുക്കറിയാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.